ഹായ് ഡിയേഴ്സ്. നമ്മളിപ്പോ ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്റഗ്രേഷന്റെ ഒരു പ്രോബ്ലം മാത്രമേ നമ്മളെ ചാനൽ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടിട്ട ഒരു പ്രോബ്ലം ആണ്. അപ്പോ നമ്മൾ ഇന്റഗ്രേഷൻ പല കുട്ടികൾക്കും വളരെ ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഇന്റഗ്രേഷൻ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിന്റെ ഒരു കോൺസെപ്റ്റ് പിടികിട്ടി അത്യാവശ്യം ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. പരമാവധി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്റഗ്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി. അപ്പൊ അത് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫോർമുലകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക, ഡെറിവേറ്റീവിന്റെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ എന്താണോ ഡെറിവേറ്റീവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് മീൻസ് എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി എന്നാണ്. ഈ പ്ലസ് സി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പൊ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്റഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഒരു പ്ലസ് സിയും കൂടെ നിങ്ങൾ മറക്കാതെ തന്നെ ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ വൺ ഡി എക്സ് ദാറ്റ് ഇസ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറ് ടാൻ എക്സ് എഴുതാത്തതിന്റെ അല്ലെങ്കിൽ കോസ് എക്സ് കഴിഞ്ഞ് ടാൻ എക്സ് എഴുതാത്തതിന്റെ. അപ്പൊ നമ്മളിപ്പോ ഡെറിവേറ്റീവ് ആർക്കൊക്കെയാണോ ഡെറിവേറ്റീവ് ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ സീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ സ്വാഭാവികമായും സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടണം? ചോദ്യമായ ടാൻ എക്സ് കിട്ടണം. അപ്പൊ അങ്ങനെയുള്ളതാണ് എഴുതുന്നത്. ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സീക് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് എക്സ് പ്ലസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നമുക്ക് ഇൻവേഴ്സിനകത്ത് കുറച്ച് ഫോർമുല. ഇന്റഗ്രൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഒരെണ്ണം കൂടി ഉണ്ട്, മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു tan inverse x plus c. Integral 1 by 1 plus x square dx is equal to minus cot inverse x plus c. ഓക്കെ, ഇത്രയുമാണ് ട്രിഗണോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഫോർമുല. ഇനി നമുക്ക് ഇന്റഗ്രൽ 1 by x dx വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്റഗ്രൽ 1 by x dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. കാരണം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 by x. അപ്പൊ സ്വാഭാവികമായും 1 by എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് ആയിരിക്കും. ഇനി ഒരെണ്ണം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇന്റഗ്രൽ എ റൈസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ പ്ലസ് സി. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ മുകളിൽ ചെയ്ത കണക്കുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഫോർമുലകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് മക്കളെ മനസ്സിലാക്കുക, ഇത് ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലകളാണ്. കാരണം ട്രിഗണോമെട്രി അറിഞ്ഞിരിക്കണം. ഇന്റഗ്രേഷന്റെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രിഗണോമെട്രി അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ് അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങളും കൂടെ കൂടി ചേർന്നതാണ് നമ്മുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ബേസ് ആയിട്ടുള്ള ഫോർമുല. അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് എഴുതിയെടുക്കുകയോ ഇതിനെ കൃത്യമായിട്ട് പഠിക്കുകയോ ഒക്കെ ചെയ്യണം. കുറെ തവണ ഇങ്ങനെ വായിച്ച് അത് എഴുതിയൊക്കെ നോക്കുമ്പോഴേക്കും അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡെറിവേറ്റീവ്സ് അറിയാവുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറ്റും? ഇന്റഗ്രേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത്രയും ഇന്റഗ്രേഷന്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. താങ്ക് യു.